ഹലോ എവ്രി വൺ, വെൽക്കം ടു റോഷ്നാസ് വൈബ്സ്. എൻ്റെ പേര് റോഷ്ന. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ട്രാവൽ വ്ലോഗായിട്ടാണ്. ഇത് ഡേ 2 ആണ് ഞങ്ങളുടെ മൂകാംബിക ട്രിപ്പിൻ്റെ. അപ്പോൾ ഡേ 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. നമ്മൾ രാവിലെ കുളിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ അമ്പലത്തിലോട്ട് വന്നു. ഇപ്പോഴും തിരക്കൊക്കെ തന്നെയാണ് ഇവിടെ. ഞങ്ങൾ അകത്തേക്ക് പോയി കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴും ഇന്നലത്തെ പോലെ പരിപാടിയൊക്കെ നടക്കുമായിരുന്നു. ഡാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ ഇരുന്ന് കുറച്ച് നേരം കണ്ടു. പിന്നെ പുറത്തേക്ക് ഷോപ്പിംഗ് സ്ട്രീറ്റൊക്കെ ഉണ്ടല്ലോ, അവിടെയും അതൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് വന്നു. ഇത് നമ്മുടെ മൂകാംബികയുടെ നേരെ ബാക്ക് സൈഡിലാണ്. ഈ വഴിയും നമുക്ക് കയറാൻ പറ്റും. ഇതിൻ്റെ പുറകുവശത്താണ് ഈ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റൊക്കെ വരുന്നത്. ഞാനൊരു അടിയോഗിയെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, അടിയോഗിയുടെ ചെറിയൊരു ഇതുണ്ട്, പ്രതിമ ഉണ്ടല്ലോ, അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. ബട്ട് എനിക്ക് അവിടുന്ന് വാങ്ങിക്കാൻ പറ്റിയില്ല. എല്ലാത്തിനും ഒടുക്കത്തെ റേറ്റ് ആയിരുന്നു. വെറുതെ ചെറിയൊരു ഇതിന് തന്നെ അവർ വലിയ പ്രൈസ് പറയായിരുന്നു. അപ്പോൾ ഞങ്ങളത് ഇവിടെ വെച്ചിട്ട് നേരെ അമ്പലത്തിലോട്ട് തന്നെ വന്നു. പിന്നെ ഇവിടെ എല്ലാവരും നേർച്ചയ്ക്ക് ഇങ്ങനെ വിളക്കൊക്കെ വെക്കുന്നൊക്കെ കുറച്ച് നേരം നോക്കിയിട്ട് നിന്നു. ഇവിടെ ക്ലൈമറ്റ് അത്ര നല്ലതായിരുന്നില്ല കേട്ടോ. ഫസ്റ്റ് ഡേ കുഴപ്പമില്ലായിരുന്നു. പിന്നെ എല്ലാ ദിവസവും ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴ. നല്ല അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പുറത്തൊന്നും ഇറങ്ങുന്നില്ലെങ്കിൽ നല്ല ക്ലൈമറ്റ് എന്ന് പറയും. ഇതിപ്പോൾ എല്ലാ ദിവസവും പുറത്തിറങ്ങേണ്ടത് കൊണ്ട് ക്ലൈമറ്റ് അത്ര കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് പുറത്ത് പോകണമല്ലോ. ഇങ്ങനെ മഴ നനഞ്ഞിട്ട് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇരിക്കേണ്ടതല്ല. നനഞ്ഞ ഡ്രസ്സോടെ ഇങ്ങനെ ഇരിക്കണമെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നല്ലതായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ മുരുടേശ്വരത്തോട്ടാണ് പോയത് കേട്ടോ. ഇത് സെക്കൻഡ് ഡേ ആണ്. മൂകാംബികയിൽ പോയതിന് ശേഷം ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് 2 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക്, 2 മണി 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ബസ്സിൽ കയറി എല്ലാവരും കൂടെ വന്നതാണ് മുരുടേശ്വരം. അപ്പോൾ മുരുടേശ്വരത്ത് നമുക്ക് ആ ഒരു വലിയ ശിവൻ്റെ ഒരു പ്രതിമ, ആ ഒരു ഇത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ 18th ഫ്ലോർ വരെ പോകണം. ഞങ്ങൾ 18th ഫ്ലോർ പോവുകയാണ് ലിഫ്റ്റിൽ കയറിയിട്ട്. അതിനു വേണ്ടി നമ്മൾ പൈസ കൊടുക്കണം കേട്ടോ, 18th ഫ്ലോർ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും 18th ഫ്ലോർ എത്തി. താഴോട്ട് നോക്കിയപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ബീച്ചാണ്, ഇപ്പുറത്താണ് നേരെ ഫ്രണ്ടിലാണ് നമ്മുടെ ദൈവം ഇരിക്കുന്നത്. അടിപൊളിയായിരുന്നു കാണാൻ. ഒരുപാട് സന്തോഷമുണ്ട്. അതായത് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ വന്നിങ്ങനെ കാണണമെന്നുള്ളത്. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം സാധിച്ചു. ഭയങ്കര സന്തോഷത്തോടെയാണ് തിരിച്ച് റൂമിലോട്ട് പോയത്. ശരിക്കും ഒരു കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യണം എന്തായാലും എന്ന് ഞാൻ പറയുള്ളൂ. ഭയങ്കര നല്ല രസമായിരുന്നു ആ അമ്പലം ഫുള്ള് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും അച്ഛൻ്റെ അനിയൻ്റെ വൈഫും കൂടെ അകത്ത് കുറേ അമ്പലങ്ങളുണ്ട്, കുട്ടി കുട്ടി എന്താ പറയുക പ്രതിഷ്ഠയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ അകത്തോട്ട് പോവുകയാണ്. അതൊരു വലിയ ക്യൂ ആണ്. നമ്മൾ ഈ ഒരു സമയത്ത് വരുമ്പോഴത്തേക്കും നല്ല ക്യൂ ആണ്. ഒരുപാട് മലയാളീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും, എല്ലാ നോർത്ത് ഇന്ത്യൻസും എല്ലാവരും ഉണ്ട് അവിടെ. പിന്നെന്താണ്, നമ്മളകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സ്ഥലത്തൊന്നും ക്യാമറ ഒന്നും അലൗഡ് അല്ല. അതുകൊണ്ട് എല്ലാം ഒന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഇവിടെ നിന്ന് മേളിലോട്ട് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ദൈവത്തിനെ കാണാം. ഭയങ്കര സന്തോഷം. എല്ലായിടത്തു നിന്ന് ഏത് സൈഡിൽ നോക്കുമ്പോഴും നമുക്ക് ദൈവത്തിനെ കാണാമായിരുന്നു. നല്ല രസമായിരുന്നു അത്. പിന്നെ ഞങ്ങൾ ക്യൂവിൽ നിന്നു. ഉള്ളിൽ വേറൊരു പ്രതിഷ്ഠ ഉണ്ടായിരുന്നു, അതും കൂടെ കണ്ടു. പിന്നെ ഇവിടെ സ്വർണം കൊണ്ടുള്ള രഥമൊക്കെ ഉണ്ട് കേട്ടോ. ഞാനത് മിസ് ചെയ്തു. അങ്ങനെ അച്ഛനെ എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരുവാണ് ചെയ്തത്. ഞങ്ങൾ പെട്ടെന്ന് എല്ലാം കണ്ട് ദൈവത്തിൻ്റെ ആ ഒരു എന്താ പറയുക, വലിയൊരു വിഗ്രഹം ഉണ്ടല്ലോ, വലിയ ആ ഒരു ഇത് അതിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തിരക്കിൽ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ മിസ് ചെയ്തു. പിന്നെ ഞങ്ങളതൊക്കെ കണ്ടു, പ്രതിഷ്ഠയൊക്കെ കണ്ടു, അവിടെ പ്രാർത്ഥിച്ചു. അതിനുശേഷം താഴോട്ടേക്ക് ഒരു കേവ് പോലെ ഉള്ളിലേക്ക് താഴോട്ടേക്ക് വന്നതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാൻ നമുക്ക് അവിടുന്ന് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാലാണ് നമ്മൾ ഈ പറയുന്ന സ്ഥലത്ത് എത്തുള്ളൂ. അതായത് വലിയ ദൈവത്തിൻ്റെ ആ ഒരു പ്രതിമ ഉണ്ടല്ലോ, അവിടെ എത്താൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ കയറിയ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ അത്. 18th ഫ്ലോറിൽ കയറിയാൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. അപ്പം അവിടെ കയറിയിട്ട് നമ്മൾ താഴെ ഇറങ്ങി അമ്പലത്തിലൊക്കെ പോയി പ്രതിഷ്ഠയൊക്കെ കണ്ടതിന് ശേഷം താഴോട്ടേക്ക് വന്ന് നമ്മൾ ശിവൻ്റെ ആ ഒരു വലിയ പ്രതിമ ഉണ്ടല്ലോ അതിനടുത്തേക്ക് പോകാൻ കേട്ടോ. നമുക്ക് ഇവിടുന്ന് കാണാം, അത്ര വലുതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ദൂരെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. നല്ല രസമാണ് കാണാൻ. കുറേ ദൂരം ഓടി ഞങ്ങൾ ഒരു 5:30-6 മണിയാകുമ്പോഴത്തേക്കും ബസ് വരുമെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് ബസ് നമ്മൾ പിക്ക് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പൊക്കെ ഞങ്ങൾ ഓടിയാണ് എന്താ പറയുക കയറിക്കൊണ്ടിരുന്നത്. പക്ഷെ
അതൊരു നമുക്ക് കാലുവേദനയ്ക്ക് ഒന്നും ചെയ്തില്ല. ഒരു സന്തോഷത്തിൽ അത് കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മളങ്ങ് ഓടി കയറുകയാണ് ചെയ്തത്. ഒരു കാലുവേദനയോ ഒന്നും എനിക്ക് തോന്നിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓടി കയറുകയാണ് ചെയ്തത്. അങ്ങനെ ഫൈനലി ഇതാ ഞാൻ അടുത്തെത്തി. ഞാനിത് തൊട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒട്ടും വിചാരിച്ചതല്ല എനിക്ക് ഇവിടെ വരാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ വന്നു ഫൈനലി. നിങ്ങൾ തൊട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. അത് എനിക്ക് നിങ്ങളുടെ അടുത്ത് എങ്ങനെ പറഞ്ഞാലാണ് മനസ്സിലാവുമെന്ന് അറിയില്ല. അത്ര സന്തോഷമുണ്ട് എനിക്കിത് കണ്ടപ്പോൾ. എനിക്കത് തൊടാൻ പറ്റി, അടുത്ത് പോയി നിൽക്കാൻ പറ്റി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അടുത്ത് പോയി കാണാനൊക്കെ. പിന്നെ ഞങ്ങളവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഒരുപാട് വേറെ കാര്യങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് പാർക്കും നമുക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് അതൊന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ട് 5:30 6 മണിയാകുമ്പോഴത്തേക്ക് ബസ് പിക്ക് ചെയ്യാൻ വരുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പ്രാർത്ഥിച്ചിട്ട് പുറത്തേക്ക് വരികയാണ് ചെയ്തത്. ആഗ്രഹിച്ച അമ്പലത്തിൽ നമ്മൾ വന്നു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ വൈഫ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ അത്രയും ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഓടി വന്നത്. എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആരെങ്കിലും ഒരാളെ കിട്ടിയല്ലോ. കാരണം എല്ലാവരും ഒന്നും ഇത്രയും മേളിലോട്ട് വരത്തില്ല, കാലുവേദനയൊക്കെ ഉള്ളതുകൊണ്ട്. അമ്മയൊന്നും വന്നില്ല. അച്ഛനും അമ്മയും പക്ഷേ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പം അവർ ഓൾറെഡി കണ്ടതുകൊണ്ട് എൻ്റെ അടുത്ത് പോയിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഓടി വന്നതാണ് ഇങ്ങോട്ടേക്ക്. ഞങ്ങൾ ഒന്ന് കണ്ടിട്ട് ഓടി വരാമെന്ന് പറഞ്ഞിട്ട് അവരെ താഴെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഞങ്ങളിപ്പോൾ എല്ലാം കണ്ട് താഴോട്ടേക്ക് പോവുകയാണ്. ഇനി എൻ്റെ തൊട്ടിപ്പുറത്ത് ബീച്ചും ഷോപ്പിംഗ് സ്ട്രീറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളിനി ബസ്സിൽ കയറി തിരിച്ച് റൂമിലോട്ട് പോവുകയാണ് കേട്ടോ. ഇവിടുന്ന് ഒരു 2.5-3 മണിക്കൂറിൻ്റെ യാത്രയുണ്ട് റൂമിലോട്ട്. അപ്പോൾ ഞങ്ങളിനി റൂമിലോട്ട് പോവുകയാണ്. ഇത് എൻ്റെ അമ്മയുടെ കൈയാണ് കേട്ടോ. ഞങ്ങൾ ബോണ്ടിങ് ആണ് ഈ കാണുന്നത്. ദൃഷ്ടിയൊന്നും പെട്ടേക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് Day 3 വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.